ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട മെസ്സിയുടെ ഗോളൊന്നു കണ്ടിടേ ആദ്യത്തെ ഒന്നടിച്ചപ്പോഴല്ലോ ഇംഗ്ലണ്ടിനുണ്ടൊരു മോഹമുണ്ട് ഞങ്ങൾ അടിച്ചതുകാർക്ക് ഞങ്ങൾ മെസ്സിയെ മെസ്സിക്ക് 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 ഫൈനലിൽ ഞങ്ങൾ കണ്ടോളാം. ഞാൻ അർജന്റീന തൂക്കി തൂക്കി തൂക്കി. ഇപ്പൊ സ്പെയിനുമായിട്ടാണ് ഫൈനൽ വരുന്നത്. അതെ 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 ഉറപ്പായിട്ട് ഇല്ല ഇത് അർജന്റീന കയ്യിൽ തന്നെ ഇരിക്കും കപ്പ് ഉറപ്പായിട്ടും. ടെൻഷൻ അടിച്ചോ അവസാനം വരെ? പിന്നെ ഒരു മാജിക് ഉണ്ടാവാറുണ്ടല്ലോ ഒരു അവസാനത്തെ 15 മിനിറ്റ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇല്ല ഞാൻ അർജന്റീന ഫാനാ. സെക്കൻഡ് ഹാഫ് തൂക്കി. സെക്കൻഡ് ഹാഫിൽ ഭയങ്കര തിരിച്ചുവരവ്. ഇംഗ്ലണ്ട് ഓവർ ഡിഫൻസിലേക്ക് പോയത് അവർക്ക് തിരിച്ചടിയായി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഓവർ ഡിഫൻസീവായി. അവർ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ അർജന്റീനയുടെ ആ സബ്സ്റ്റിറ്റ്യൂഷനും നല്ലതായിട്ട് ക്ലിക്ക് ചെയ്തു. ആ സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ആ റീപ്ലേസ്മെന്റ് ആയിട്ട് നല്ലോണം ക്ലിക്ക് ചെയ്തു. സ്പെയിനാണ് ഫൈനലിൽ, ഫ്രാൻസ് അല്ല. അതൊരു പ്രശ്നമില്ല. ഒരു പേടിക്കാനുമില്ല. അർജന്റീന എന്തായാലും ഇപ്പൊ കണ്ടില്ലേ ഈജിപ്തിനോട് കളിച്ച കളി അതേപോലെ തന്നെ തിരിച്ചു കളിച്ചത് രണ്ട് ഗോൾ തിരിച്ചടിച്ചത് 80 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 ഗോള് അദ്ദേഹം തിരിച്ചടിക്കും. ഫാൻസിലെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. 1-0 ട്രെയിനിങ് ആയിരുന്നു കൂടി ഫാൻസ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ ഫ്രാൻസിന്റെ കളി അങ്ങനെ ആയിരുന്നില്ല. ഫ്രാൻസിന്റെ കളി അവർ പിന്നിലുണ്ടായിരുന്നപ്പോൾ ഫാൻസിന്റെ സപ്പോർട്ട് ഇട്ടല്ല, തോറ്റ പോലെയാണ് കളിച്ചത്. പക്ഷെ അർജന്റീന 1-0 ബാക്കിലായിട്ട് കൂടി അർജന്റീനയുടെ ഫാൻസിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും ഒരു ഫാക്ടർ തന്നെയാണ്. ഈ കമ്മറ്റിക്കാർ ആരോപണത്തിന് മറുപടി ആയോ? പിന്നെ കളി കണ്ട ആർക്ക് വേണേ മനസ്സിലാവല്ലോ. കളി തന്നെയാണ് ഇതിനുള്ള ആൻസർ. കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കണില്ല. ഇതിന്റെ നാണക്കേടില്ലേ ആർക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? ആര് ജയിച്ചാലും അവർക്ക് വേണ്ടി നിൽക്കും.